പുളിങ്കുന്നിലും ഒരു പള്ളി രൂപപ്പെടാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിയത് രസകരമായ എന്ന ഇത്തിരി വാശിയുടെ ഒരു കഥയാണ്. പുളിങ്കുന്നിൽ താമസമനുഷ്ഠിച്ച ക്രൈസ്തവ സമൂഹം ഞായറാഴ്ച ആചരണത്തിനായി അണഞ്ഞിരുന്നത് ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം കല്ലൂർക്കാട് ദേവാലയത്തിലാണ്. അതിൻ്റെ മുമ്പിലായി കിടക്കുന്ന ആ പമ്പയാറ്റിൽ തന്നെ നടക്കുന്ന മേളകളുടെ തുടക്കം എന്ന് പറയാവുന്ന ആ മൂലം വള്ളംകളിയിൽ മാറ്റുരയ്ക്കുക എന്നത് അക്കാലത്തെ കുട്ടനാട്ടുകാരുടെ ഏവരുടെയും ഒരു സ്വപ്നമായിരുന്നു. ചമ്പക്കുളത്തും പുളിങ്കുന്നിലും കാവാലത്തും കാരിച്ചാലിലും ചെറുതനയിലും ഒക്കെ വള്ളങ്ങളുള്ളപ്പോൾ അവിടെ ഏറ്റുമുട്ടുന്ന ആ കരിനാഗങ്ങളുടെ നേതാക്കന്മാരായി നിന്ന ഈ രണ്ട് കരക്കാർ തമ്മിൽ അതിൻ്റെ പേരിലുള്ള ചെറിയൊരു വാശിപ്പുറത്ത് സാധാരണ സമയത്ത് നടക്കാനുണ്ടായിരുന്ന ഞായറാഴ്ച ആചരണം പുളിങ്കുന്നുകാരെ ഒന്ന് തോപ്പിക്കുക, ഒന്ന് കളിയാക്കാം എന്ന് കരുതി ഇത്തിരി നേരത്തെ വെക്കുകയും കെട്ടുവള്ളങ്ങളിലും ചെറുവള്ളങ്ങളിലും ഒക്കെയായി പുളിങ്കുന്നുകാർ അവിടെ ചെന്നപ്പോൾ ദിവ്യബലി പകുതിയിലപ്പുറം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുകയും താമസിച്ച് വന്നതിൻ്റെ പേരിൽ ആ നാട്ടുകാർ കളിയാക്കി വിട്ടു എന്ന് തോന്നലുണ്ടായതുകൊണ്ട് ഇനി മുതൽ ദിവ്യബലിക്ക് അങ്ങോട്ടില്ല എന്നൊരു തീരുമാനം പുളിങ്കുന്നുകാരെടുക്കുകയും അതിനുശേഷം നടന്നത് ചരിത്രം. ചെറിയ ഒരു ദേവാലയമെന്നും പിന്നീട് അത് ഇന്നത്തെ അവസ്ഥയിൽ അതിമനോഹരമായ വിവിധ സിനിമകൾക്ക് പോലും ലൊക്കേഷനായി തീർന്ന അനേകർക്ക് ആത്മീയവും ഭൗതികവുമായി ആകർഷണം നൽകുന്ന ഒരു മേഖലയായി പുളിങ്കുന്ന് പള്ളി ഇന്ന് വിരാജിക്കുന്നു.